മനു അലീനേനെ ഫോൺ ചെയ്യുന്നുണ്ട്. അല്ല, നീ എന്തെടുക്കാ? ഞാൻ എന്തെടുക്കാനാ മനുവേട്ടാ? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പുറം പണിക്ക് ആൾക്കാരുണ്ട്, അകം പണിക്കും ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ സേവനം ഇവിടെ ആവശ്യമൊന്നുമില്ല. അല്ല, പിന്നെ നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അതല്ലേ പറഞ്ഞത്, ഒന്നും ചെയ്യാനില്ല. ഞാനിവിടെ ചുമ്മാ കുത്തിയിരിപ്പാ പണി. ഇരുന്നിരുന്നേ എനിക്കടിയിൽ വേരിറങ്ങാറായി എന്ന് പറയുമ്പോ അത് കൊള്ളാലോ. നിന്റെ പപ്പ നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലേ? ഇത്രയും കാലം നീ ഒരു അനാഥയും സെർവന്റും ഒക്കെയായി ജീവിച്ചില്ലേ? ഇപ്പൊ നീ അവിടുത്തെ രാജകുമാരിയല്ലേ? രാജകുമാരി. ആ, വല്ലാത്ത രാജകുമാരി തന്നെ. റിട്ടേൺ കേണൽ സ്റ്റാൻലി ജോസഫിന്റെ രാജകുമാരി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തിലാണോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ എന്നെ ഭയങ്കര ഇഷ്ടാ. എന്നെ ഇവിടെ നിറക്കിടാൻ വേണ്ടിയാണ് ആദ്യം ആള് വന്നത്. പക്ഷെ എന്നെ കണ്ടപാടെ ആള് ഫ്ലാറ്റായി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അതേ രൂപമാണ് എനിക്കെന്ന്. അതേപോലെ തന്നെയാ ഇരിക്കുന്നേ. പഴയ ആൽബത്തിലെ ഫോട്ടോയൊക്കെ കാണിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി മനുവേട്ടാ. അതേപോലെ തന്നെയാ ഇരിക്കുന്നേ, ഒരു മാറ്റവും ഇല്ല. ഒരു ചെറിയ കണിക പോലും മാറ്റമില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ ഇപ്പോൾ മകളെ അംഗീകരിച്ചു. ഡീന ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ലെന്നാ അച്ഛനും അപ്പച്ചനൊക്കെ പറയുന്നേ. അതേ രൂപമല്ലേ എനിക്ക് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ല, അവിടെ എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റുമോ? അതിനെന്താ, മനുവേട്ടൻ നിങ്ങൾ പോരെ കാണാൻ? അല്ല, നിന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ അത് ഇഷ്ടപ്പെടുമോ എന്തോ? ഞാനേ നിന്റെ മുറച്ചിറക്കനല്ലേ? അത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ അച്ഛന് ഇഷ്ടപ്പെടുവോ? വിവാഹം കഴിക്കാൻ പോകുന്ന ആളോ? ആര് പറഞ്ഞു അങ്ങനെ? അങ്ങനെ മനുവേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ? പിന്നെ ആര് പറയണം? ഞാൻ അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതാ. അല്ല, ഇപ്പം എനിക്ക് ആളുകൾ കൂടിയിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ഇഷ്ടമൊക്കെ നോക്കണമായിരിക്കും. ഓഹോ, ഇപ്പം അങ്ങനെയൊക്കെ ആയോ? അതൊന്നും വേണ്ട. നിന്നെ അവിടുന്ന് കൊണ്ടുവന്നതേ ഞാനും അങ്കിളുവാ. ഞങ്ങളെക്കാളുള്ള അവകാശമേ ഉള്ളൂ ബാക്കി ആർക്കും. നിന്റെ ഗാർഡിയന് ഞങ്ങൾ രണ്ടുപേരുമാണ് എന്ന് പറയുന്നതിന് കേട്ടോ. ആ, കൊള്ളാം കൊള്ളാം. അല്ല, മനുവേട്ടനിപ്പോൾ എവിടെയാ? കൊല്ലപ്പള്ളിയിലാണോ അതോ എറണാകുളത്തോ? ഞാൻ എറണാകുളത്താ. ഇവിടെ നിന്നാകുമ്പം അങ്ങോട്ട് എനിക്ക് എളുപ്പമാ. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കാണ്. എന്തായാലും മനുവേട്ടൻ പോരെ? ഞാനിവിടെ ആകെപ്പാട് മുഷിഞ്ഞു. ആകെപ്പാടെ ഉള്ളത് 2-3 പണിക്കാരും പപ്പയും മാത്രമാണ്. അതും ആരും പരസ്പരം സംസാരിക്കാറ് പോലും ഇല്ല. പപ്പയാണെങ്കിലോ രാവിലെ മുതൽ വയ്യോളം ഒരു ഗ്ലാസ്സുമായിട്ട് ഈ ഹാളത്തിന് ഇരിക്കും. അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ആ കുറച്ച് നായ്ക്കളുടെ കൂടെ കുറച്ചു നേരം ചിലവാക്കും. പിന്നെ എപ്പോഴേലും ഒന്ന് പറമ്പിലേക്ക് പോകും, അതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഇവിടെ ഇതേ സെയിം ജോലിയാ. എല്ലാ ദിവസവും ഒരേ റൂട്ടീൻ എന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിലോ ആകെപ്പാടെ ബോറടിച്ചു. സഹോദരങ്ങളുടെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കൂടെ ഇത്രയും നാളും താമസിച്ചിട്ട് ഈ ഒരു വലിയ ബംഗ്ലാവിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്ന ഓർക്കുമ്പോഴേ വല്ലാത്ത വീർപ്പുമുട്ടലാ മനുവേട്ടാ. ശരിക്കും ഇതൊരു പ്രേത ബംഗ്ലാവ് പോലെയുണ്ട്. അത്രയ്ക്ക് വലിപ്പമാ. മനുവേട്ട നാളെ വരുവാണെങ്കിൽ കാണാം, കണ്ണു തള്ളിപ്പോവും. ബംഗ്ലാവെന്ന് പറഞ്ഞാലും പോരാ, വല്ലാത്തൊരു ബംഗ്ലാവ് തന്നെ. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഒരു വിജൃംഭിച്ച ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ് അലീന ചിരിക്കാണ്. കൊള്ളാലോ. അവിടെ ചെന്നപ്പോൾ അലീനയ്ക്ക് ഹോംവർക്ക് സെൻസ് ഒക്കെ വർക്കാകാൻ തുടങ്ങിയോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. എന്നാലേ ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ. ആ ബംഗ്ലാവൊക്കെ എനിക്കൊന്ന് കാണാലോ. നിന്റെ പപ്പ എന്നെ ഇനി വെടിവെച്ച് കൊല്ലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആള് പാവാ. ഈ പുറമേ കാണുന്ന ധാർഷ്ട്യവും ദേഷ്യവും ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മനു ആണെങ്കിൽ അലീനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. വരുന്ന സമയത്ത് അലീനയ്ക്ക് ഒരു ജോഡി ചുരിദാറും അതുപോലെ തന്നെ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വരുന്നത്. അങ്ങനെ മനു ആ അഡ്രസ്സൊക്കെ ചോദിച്ച് പറക്കി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നു കിടക്കായിരിക്കും. അലീനയാണെങ്കിലോ അന്ന് പതിവില്ലാതെ കുളിച്ചൊരുങ്ങി വളരെ സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടുന്ന് വന്നേ പിന്നെ ആ വേഷമൊക്കെ മാറി നല്ല ഡ്രസ്സിങ്ങിലാണ് കേട്ടോ പിന്നീട് അലീന നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ കിച്ചണിൽ ഹൗസ് വൈഫിനോട് ഇതുപോലെ ഒരാൾ കൂടി വരുന്നുണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നേരെ പോയിട്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫിനോടും പപ്പ ഇന്ന് മനുവേട്ടൻ വരും എന്ന് പറയാണ്. മനുവേട്ടനോ അതാരാന്ന് ചോദിക്കുമ്പം അമ്മയുടെ സഹോദരൻ്റെ മകൻ, അതായത് ശിവശങ്കർ മേനോൻ്റെ മകൻ എന്ന് പറയാണ്. ആഹാ, അത് അയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്നെ കാണാൻ എന്ന് പറയാണ്. നിന്നെ കാണാനോ എന്ന് ചോദിക്കുമ്പം അതെ, എന്നെ കാണാൻ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പം വലിയ കാര്യമാ എന്നോട് മനുവേട്ടന്. എനിക്കും തിരിച്ച് അങ്ങനെ തന്നെയാ. അവിടുന്ന്, അതായത് കഴക്കൂട്ട ഓർഫനേജിൽ നിന്ന് എന്നെ കൊണ്ടുവന്നത് മനുവേട്ടനും അച്ഛനും കൂടിയാ. രണ്ടുപേരുമാണ് എൻ്റെ ഗാർഡിയൻസ്. എൻ്റെ എല്ലാ ആപത്തിലും എന്നെ സഹായിക്കാൻ ഓടി വന്നിട്ടുള്ളത് മനുവേട്ടനാ. പല സന്ദർഭങ്ങളിലും ഞാൻ വീണു പോകുന്ന സമയത്തൊക്കെ എന്നെ കൈപിടിച്ചുയർത്തി. അതുപോലെ ഞാൻ അപമാനിക്കപ്പെട്ട സമയത്തൊക്കെ എന്നെ അതിന് രക്ഷപ്പെടുത്തി. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ.
എല്ലാ രീതിയിലും എന്നെ ഒരുപാട് സഹായിച്ചതാണ് മനുവേട്ടൻ. അതുകൊണ്ട് മനുവേട്ടൻ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഇങ്ങോട്ട് വന്നപ്പോഴും ഏറ്റവും അധികം ചങ്ക് പടിഞ്ഞത് മനുവേട്ടനെ കാണുമ്പോഴായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ഇന്ന് മനുവേട്ടൻ ഇങ്ങോട്ട് വരിക, സ്പെഷ്യലായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര ഹാപ്പി ആയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഇങ്ങനെ അലീന പോകണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പതിവിലും വളരെ സന്തോഷിച്ചാണ് കേട്ടോ അലീന. അതുപോലെ മേക്കപ്പിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒക്കെ അലീന കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അപ്പോൾ മനു അവൾക്ക് ചെറിയൊരാളല്ല, അതുപോലെ ബന്ധം ചെറുതല്ല എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. ഔദക്കുട്ടിയും അവിടെ ഉണ്ട് കേട്ടോ. അല്ലടാ, ഇപ്പറ ശിവശങ്കര മേനോൻ എന്ന് പറഞ്ഞാൽ അന്ന് അതിനെല്ലാം കൂടെ നിന്നവനല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, അയാൾ തന്നെ. അച്ഛനും ഉണ്ടാകുന്നില്ലാന്ന് എല്ലാവരും ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞ് സ്റ്റാൻലി പറയുമ്പം ഔദക്കുട്ടി വല്ലാണ്ടായി പോകുന്നുണ്ട്. അല്ല, ഇപ്പം അവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? ഇനി അലീനുമായിട്ട് വല്ല പ്രേമമാണോ? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ ഇത്രയും ദൂരം അവളെ കാണാൻ വരില്ലല്ലോ. അത് മാത്രമല്ല, അവളുടെ ഗാർഡിയൻ കൂടിയായിരുന്നു ഈ പറഞ്ഞ മനു. ആ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ വെച്ച് ആ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവിടുത്തെ ഗാർഡിയനായിട്ട് നിന്നതുമെല്ലാം ഈ മനു എന്നാ അവൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവളെ ഇങ്ങ് കൊണ്ടാക്കാനും എല്ലാ കാര്യത്തിലും മനു ഉണ്ട്. മനുവിനും അല്ല എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ അച്ഛനാണെന്നോ വൈജി അമ്മയാണെന്നോ ഒക്കെ മനുവിന് അറിയാമെന്നാ അവൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ മോനെ, നമുക്കേ നമ്മുടെ കൊച്ചിനെ നല്ലൊരു നസ്രാണി ചെക്കനെ കൊണ്ട് കെട്ടിക്കണം, അല്ലാതെ ഇവനെ കൊണ്ടൊന്നും കെട്ടിക്കണ്ട എന്ന് പറയുമ്പം ആള് വരട്ടെ നമുക്ക് നോക്കാം എന്ന് സ്റ്റാൻലി പറയാണ്. അങ്ങനെ ഗേറ്റ് കിടന്ന് മനുവിന്റെ വണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നായ്ക്കളെല്ലാം കൂടി നാനാ ഭാഗത്തുനിന്നും ഓടി വണ്ടിക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മനു ധൈര്യസമേതം അവന്റെ കാറിന് ഡോറ് തുറക്കാണ്. ഡോറ് തുറന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആൻ്റപ്പൻ ഓടി വന്നിട്ട് കുഞ്ഞെ ഇറങ്ങി ഓടല്ലേ നടക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ലില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ആൻ്റപ്പൻ വന്ന് ആ പട്ടികളെല്ലാം ഓടിച്ചുടുകയാണ്. അകത്തേക്ക് വാ കുഞ്ഞെ, അലീന കുഞ്ഞ് പറഞ്ഞിരുന്നു മോനിന്ന് വരുമെന്ന്. അലീന മോള് കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയം മനു ആ ബംഗ്ലാവൊക്കെ നോക്കി കാണുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും വലിയൊരു ബംഗ്ലാവായിരുന്നു അത്. അത് കണ്ട് മനു ആശ്ചര്യപ്പെട്ട് നിന്ന് പോവാണ്. അകത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് അലീന ഓടിയിറങ്ങി വരുന്നുണ്ട്. മനുവേട്ടാന്ന് വിളിച്ചുകൊണ്ട്. അലീനനെ ആ വേഷത്തിൽ മനു കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അത്രയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അലീന ഒരുങ്ങിയപ്പോൾ. വേറെ കമ്മലും മാലയും വളയും ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സിങ്ങിലൊക്കെ നിൽക്കുന്ന കണ്ട് അലീനെ കണ്ട് മനു അന്താളിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് ആ സിറ്റൗട്ടിലേക്ക് കയറി വരാണ്. മനുവേട്ടാ എന്താ നോക്കി നിൽക്കുന്നേ, കയറി വാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അലീന അകത്തേക്ക് കൊണ്ട് കയറുന്നുണ്ട്. അലീന, നീ പറഞ്ഞത് ശരിയാട്ടോ, ഇത് വലിയ ബംഗ്ലാവ് തന്നെയാ. കണ്ടാൽ തന്നെ ശരിക്കും പേടിയാവും. ഒറ്റയ്ക്ക് ഒരാളോടെ പെട്ടുപോയാലേ ശരിക്കും ആളുടെ കഥ കഴിഞ്ഞു തന്നെ എന്ന് മനു പറഞ്ഞ് ചിരിക്കാണ്. അകത്തേക്ക് കയറുമ്പോൾ സ്റ്റാൻലി ജോസഫ് ഒരു മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് ആ ഹാളിൽ തന്നെ ആ ഒരു സോഫയിൽ ഇരിക്കുകയായിരിക്കും. വെൽക്കം മിസ്റ്റർ മനു, കയറി വാ, ഇവിടെ ഒന്ന് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അകത്തേക്ക് കയറി വന്ന് ആ സോഫയിൽ ഇരിക്കുകയാണ്. മനുവേട്ടാ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മനുവിനോട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ശിവശങ്കര മനുവിന്റെ മകനല്ലേ മനു എന്ന് ചോദിക്കുമ്പോൾ അതെ മനുശങ്കർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുക, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം, വൈജയുടെ സഹോദരന്റെ മകൻ എന്നൊക്കെ പറയുമ്പം അതെ എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അലീനയുടെ പപ്പയാണെന്നും വൈജയാൻ്റെ മമ്മയാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനയുടെ ഗാർഡിയൻ ആയിരുന്നു അല്ലേ മനു എന്ന് പറയുമ്പോൾ അതെ, ഞാനും അച്ഛനും കൂടിയിട്ടാ, അതായത് അങ്കിളും കൂടിയിട്ടാണ് കഴക്കൂട്ടത്തെ ഓർഫനേജിൽ പോയിട്ട് അലീനയെ കൊണ്ടുവന്നത് എന്ന് പറയാണ്. അലീന എന്നോട് പറഞ്ഞിരുന്നു. അല്ല, ഇപ്പൊ അവിടെ എല്ലാവരും എങ്ങനെയുണ്ട്? അലീന വന്ന പിന്നെ എല്ലാവരും ഓക്കെ ആണോ? വൈജയാൻ്റി അവിടെ പൊട്ടത്തരയൊക്കെ ഉണ്ട്. അവിടെ എന്തായാലും അങ്കിൾ ഇപ്പോഴും ആൻറ്റിയെ സ്വീകരിക്കുന്നില്ലല്ലോ. രണ്ടുപേരും രണ്ട് സ്ഥലത്താ. അങ്ങനെ ആകെപ്പാടെ പൊട്ടത്തരയും ബഹളമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന വന്നു കഴിഞ്ഞാലെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് അലീന കരുതിയത്. പക്ഷെ ഒന്നും മാറിയിട്ടില്ല. അവിടെ ഓരോ ദിവസവും പോച്ചിൽ കൂടിക്കൊണ്ടിരിക്കുക എന്ന് മനു പറയാൻ കേട്ടോ. എന്തായാലും സാരമില്ല, അവൾക്കിപ്പോൾ അവിടെ സമാധാനം ഉണ്ടല്ലോ. അവളിപ്പോൾ എന്തായാലും അവളുടെ പപ്പയെ കണ്ടല്ലോ. അവളുടെ വലിയ ആഗ്രഹമായിരുന്നു കൂടപ്പിറപ്പുകളെയും അമ്മയും അച്ഛനെയൊക്കെ കാണണമെന്ന്. അതൊക്കെ സംഭവിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം.
പിന്നെ ആ വീട്ടിൽ അവൾക്കൊരു സെർവൻ്റെ സ്ഥാനമായിരുന്നു. അങ്കിൾ എത്രയൊക്കെ അവളെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാവരും കണ്ണിൽ അവളൊരു സെർവൻ്റ് തന്നെ ആയിരുന്നു. അതുപോലെ അനാഥയായിട്ടും 23 വർഷം ജീവിച്ചില്ലേ. ഇപ്പം എന്തായാലും അവളെ ഈ കോലത്തിൽ കാണുമ്പം എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അവളുടെ ഡ്രസ്സിങ്ങും അവളുടെ ചിരിയും കളിയൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എപ്പോൾ ചെന്നാലും നിലമ്പൂരക്കൽ വീട്ടിൽ അവൾ സങ്കടപ്പെട്ടായിരിക്കും നിൽക്കുക. ആൻറ്റി എപ്പോഴും അവളെ ഓർന്നൊക്കെ പറയും. അവളിവിടെ ഇറക്കിയിടാൻ വേണ്ടി ആൻറ്റി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അവൾക്ക് സമാധാനമായല്ലോ. അവളിപ്പോൾ ഇവിടുത്തെ സെർവൻ്റ് അല്ലല്ലോ, ഇവിടുത്തെ രാജകുമാരിയല്ലേ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, സ്റ്റാൻലിയുടെ മകൾ അവൾക്കിനി ഒരു കുറവും ഉണ്ടാവില്ല. മരണം വരെ ഞാൻ പൊന്നുപോലെ നോക്കും. അല്ല, അങ്കിളുടെ വൈഫും കുടുംബമൊക്കെ അവർക്കൊക്കെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഉടനെ ഒരു പൊട്ടത്തെറിയൊക്കെ ആയിട്ട് അവരിങ്ങോട്ടേക്ക് വരും. അതിൻ്റെ ആദ്യപടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പം, അല്ല അപ്പോൾ പ്രശ്നമാവില്ലേ അലീനയ്ക്ക്? ഹേയ്, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ മാത്രമല്ലേ ഇവിടെ താമസിക്കാറുള്ളൂ. വേറെ ആരോടെ താമസിക്കാൻ വരില്ല. അലീനനെ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. പിന്നെ അങ്ങനെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അലീനനെ ഒരു വാക്ക് പോലും പറയാൻ ഞാനുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് സ്റ്റാൻലി പറയാൻ കേട്ടോ. അപ്പോഴേക്കും അലീന ചായയുമായിട്ട് വരുന്നുണ്ട്. മനു ചായ കുടിക്കുമ്പം അലീന പറയുന്നുണ്ട്, മനുവേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ട് മതി അടുത്ത കാര്യം എന്ന് പറയാണ്. അതിന് 12 മണി ആയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം, അതൊന്നും സാരില്ല, പപ്പ വാ, മനുവേട്ടൻ വാ, രണ്ടുപേരും കഴിക്കാം എന്ന് പറയുമ്പം, ഓക്കെ, ഇവിടുത്തെ ടൈം 12 മണിയാ. 12 മണിയാകുമ്പോഴേക്കും ആഹാരം റെഡിയായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. വരൂ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനുവിനെ വിളിച്ചുകൊണ്ട് ടേബിളിലേക്ക് പോവാണ്. അങ്ങനെ മനുവും സ്റ്റാൻലിയും നേർക്കുനേരിരിക്കുന്നുണ്ട്. ഈ സമയം ഔദക്കുട്ടിയും വന്നിരിക്കുമ്പം ഔദക്കുട്ടി തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനേ സ്റ്റാൻലിയുടെ അപ്പര ഔദക്കുട്ടി, കൊട്ടാരമണ്ഡലത്തിൽ ഔദക്കുട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലെ ശിവശങ്കർ മേനോന്റെ മകനായെന്ന് പറയുമ്പം, എനിക്കറിയാം, എനിക്ക് ശിവനെ നേരത്തെ അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം അലീന പപ്പയ്ക്കും അതുപോലെ തന്നെ ഔദക്കുട്ടിക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. മനുവിനാണെങ്കിലോ എക്സ്ട്രാ ആയിട്ട് വിളമ്പി കൊടുക്കുകയാണ്. ഇരിക്കും മനുവേട്ടാ, കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നീയും കൂടെ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മനുശങ്കർ അടുത്ത് പിടിച്ചിരുത്താണ് കേട്ടോ. ഔദക്കുട്ടിയും സ്റ്റാൻലിയും ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കാണുന്നുണ്ട്. അവളുടെ കയ്യിൽ പിടിക്കുന്നതും സ്വാതന്ത്ര്യമായിട്ടുള്ള പെരുമാറുന്നതൊക്കെ രണ്ടുപേരും നോക്കുകയാണ്. ഔദക്കുട്ടിക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വിളമ്പി അലീനയ്ക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. 4 പേരും അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മനുവേട്ട, 150 ഏക്കറോളം റബ്ബർ തോട്ടാ, നമുക്കത് കാണാൻ പോകണം, നല്ല രസമാണ് കാണാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഔദക്കുട്ടി പറയാണ്, അടാ ആൻ്റപ്പ, നീ കൂടി ചെല്ല്, കുട്ടികൾ ഒറ്റയ്ക്ക് പോവല്ലേ. അയ്യോ അപ്പച്ച, അതിൻ്റെ ആവശ്യമില്ല, എനിക്കിവിടെയൊക്കെ ഇപ്പോൾ നല്ല വശമായി. പിന്നെ നമ്മുടെ ടോമിയൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ചുറ്റിപ്പറ്റി നടക്കല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ എന്ന് അലീന പറയുന്നു കേട്ടോ. അലീനയും മനുവിനെയും ഒറ്റയ്ക്ക് സാഹചര്യത്തിൽ വിടുന്നതിനോട് ഔദക്കുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മനുവിനെ കൂട്ടിക്കൊണ്ട് അലീന ആ ഒരു തോട്ടം കണ്ടിട്ട് പോവാണ്. ഈ സമയം മനു അലീനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അലീനയെ മനുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് ആ തോട്ടമൊക്കെ കണ്ടു നടക്കാണ്. അവിടുത്തെ വിശേഷങ്ങളും കൊല്ലപ്പള്ളിയിലെ വിശേഷങ്ങളും നെടുമുറിക്കലെ വിശേഷങ്ങളെല്ലാം നമ്മുടെ മനുവും അലീനയും പരസ്പരം പങ്കുവെക്കുകയാണ്. ഔദക്കുട്ടി സ്റ്റാൻലിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയാടാ, അവർ തമ്മിൽ എന്തോ അടുപ്പമുണ്ട്. നീ കണ്ടോ അവളുടെ കയ്യിൽ സ്വാതന്ത്ര്യമായിട്ട് അവൻ കയറി പിടിച്ചതും ഇപ്പോൾ കൊണ്ടുപോയതുമൊക്കെ. രണ്ടുപേരെയും നോട്ടം നീ ശ്രദ്ധിച്ചിരുന്നോ? വളരെ സ്നേഹത്തോടെയുള്ള നോട്ടാ രണ്ടുപേരും നോക്കിയത്. അതിൽ നിന്ന് എനിക്ക് ഉറപ്പാ രണ്ടുപേരും തമ്മിൽ പ്രേമത്തിൽ തന്നെയാ. അങ്ങനെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പനെന്ന് മിണ്ടാതിരിക്ക്, എന്തെങ്കിലും കാണുന്നതിന് മുമ്പേ അങ്ങ് വിധി എഴുതിക്കോളും. ഇല്ലടാ, എൻ്റെ കൊച്ചിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. 10-23 വർഷം എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടും നമ്മുടെ മോളെ നമ്മൾ പിരിഞ്ഞിരുന്നില്ലേ, ഇനി അത് വേണ്ട എന്ന് പറയാണ്. അങ്ങനെ പറമ്പൊക്കെ കണ്ട് രണ്ടുപേരും തിരിച്ചു വരികയാണ് കേട്ടോ. ഈ സമയം മനു പറയുന്നുണ്ട്, ഇനി എന്നാ എനിക്കിങ്ങനത് കാണാൻ പറ്റുക എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, കാണാൻ മനുവേട്ടാ, ഇപ്പം മനസ്സിലായില്ലേ, അപ്പനും വില്ലിച്ചിനൊക്കെ പാവങ്ങളാ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇനി എങ്ങോട്ടാ നീ അങ്ങോട്ടേക്ക്? അത് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് അവസാനിക്കുന്നോ അന്ന് ഞാൻ അങ്ങോട്ട് വരും. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടപ്പുറപ്പുകളുടെ കൂടെയൊക്കെ ഞാൻ താമസിക്കും. ഇവിടത്തെക്കാട്ടിലും എനിക്കിഷ്ടം അവിടെയാ. ഒരു സെർവൻ്റ് ആയിരുന്നെങ്കിലും ആ അച്ഛന് രാജകുമാരിയായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ ഈ അപ്പന് രാജകുമാരിയാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അവിടുത്തെ ആൾ തന്നെയാ എന്ന് പറയാൻ കേട്ടോ. മനു ഞാനത് കെട്ടിപ്പിടിച്ചോട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അലീന മനുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ പറമ്പിൽ എങ്ങനെ നിൽക്കാതിരിക്കും കേട്ടോ.
അത് കഴിഞ്ഞ് മനുവേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കുമ്പം അല്ല നീ എൻ്റെ കൈവിട്ട് അകന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ്. ഇപ്പം നിനക്ക് വേറെ ആൾക്കാരൊക്കെ ആയല്ലോ, വേറെ ഉടമസ്ഥരൊക്കെ ആയല്ലോ, അപ്പോൾ നീ എന്നെ വിട്ടുപോകുന്ന എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയുമ്പം മനുവേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട, എൻ്റെ കൂടെ സമ്മതം നോക്കാതെ ആരും ഒന്നിനും സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് സ്റ്റാൻലി ഈ പറമ്പിൽ ഇവരിങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അയാൾ ഹഗ് ചെയ്ത് നിൽക്കുന്നത് കാണുകയാണ്. കണ്ടിട്ട് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി താഴേക്ക് വന്നിരിക്കുകയാണ്. അലീനെ മനുവും കൂടി എല്ലാ സ്ഥലവും കണ്ടും കേട്ടുമൊക്കെ രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. മനുവേട്ടന് എല്ലാം ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് നല്ല സ്ഥലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഹാളിലേക്ക് വരുന്നുണ്ട്. മനുവേട്ട കുറച്ചൊരു കഴിഞ്ഞിട്ട് പോവാം. അയ്യോ ഇല്ലില്ല, ഇപ്പം തിരിച്ചാലേ രാത്രിക്ക് മുമ്പേ എനിക്ക് ചെല്ലാനൊക്കെ ഉള്ളൂ, നൈറ്റ് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിയോടും അവധക്കുട്ടിയോടും യാത്ര പറഞ്ഞിട്ട് മനു പോകാൻ ഇറങ്ങാണ്. അലീനയ്ക്കോടും യാത്ര പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് മനു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അലീന ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. തിരിച്ച് ഓടി വന്നിട്ട് മനു കൊണ്ടുവന്ന ആ ചുരിദാർ നോക്കുകയാണ്. പപ്പ ഇത് കണ്ടോ, കറുത്ത അളവല്ലേ മനുട്ടൻ കൊണ്ടുവന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ നിട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തുകൊണ്ട് അകത്തേക്ക് വിടുവാണ് കേട്ടോ. ഇവളുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പം ഔതുക്കുട്ടി പറയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോടാ, കണ്ടോ അവർ തമ്മിൽ നല്ല പ്രേമത്തിലാ. അപ്പച്ചൻ എന്തായാലും അതിന്റെ വശത്തിന് ഒന്ന് ചോദിച്ചു നോക്കിക്കേ, അപ്പൊ നമുക്ക് സത്യം അറിയാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ആ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് എങ്ങനെയുണ്ട് അപ്പച്ച എന്ന് ചോദിക്കാണ്. അടിപൊളിയായിട്ടുണ്ട് മോളെ, മോളിങ്ങി വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അല്ല ഈ വന്ന മനുവായിട്ട് നിനക്ക് എങ്ങനെയാ എന്ന് ചോദിക്കുമ്പം മനസ്സിലായില്ല അപ്പച്ച, അപ്പച്ചൻ എന്താ ചോദിക്കുന്നേ, അല്ല ആ പയ്യൻ നിന്നെ ഇഷ്ടമാണോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതെ മനുവേട്ടന് ഇഷ്ടമാണ്, മനുവേട്ടനോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് ആ കാര്യം കൊല്ലപ്പള്ളി വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാവരോടും അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും അങ്ങനെ വലിയ എതിരൊന്നുമില്ല. പക്ഷേ ഈ മനുവേട്ടൻ്റെ അമ്മയ്ക്ക് മാത്രം പിന്നെ എൻ്റെ അമ്മയ്ക്കും നല്ല എതിരാ, ബാക്കി എല്ലാവർക്കും നല്ല താല്പര്യമാണ് എന്ന് പറയുന്നത് കേട്ടോ. അല്ല മോൾക്ക് എങ്ങനെ, മോൾക്ക് ഇഷ്ടമാണോ? പിന്നല്ലാതെ എനിക്കിഷ്ടമാണ് മനുവേട്ടനെ, ഞാൻ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനും വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും വിട്ടു പോവില്ലാന്ന്. മനുവേട്ടനെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ വീഴാൻ പോയപ്പോഴൊക്കെ എന്നെ പിടിച്ചുയർത്തിയ ആളാ, ഞാൻ അപമാനിക്കപ്പെട്ടപ്പോഴൊക്കെ അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി, എന്നെ ഇവിടം വരെ എത്തിച്ചത് മനുവേട്ടൻ കൂടിയിട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ റൈറ്റ് ഹാൻഡാ മനുവേട്ടൻ എന്ന് പറയാണ്. ആ ശരി ശരി, ഞാനൊന്ന് അറിയാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവധക്കുട്ടി അകത്തേക്ക് കയറിപ്പോവാണ്. എടാ നമ്മുടെ സംശയം ശരിയാ, ഈ ഇവരുടെ കല്യാണക്കാരൻ തന്നെ വീട്ടിൽ സംസാരിച്ചിരുന്ന പോലും അവക്ക് ഇവനെ അവളെ ഇഷ്ടാ, രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തില എന്ന് പറയുമ്പം സ്റ്റാൻലി പറയാണ്, എനിക്കിത് മനസ്സിലായി, അവരുടെ പ്രവൃത്തിയിൽ നിന്നും ഞാനത് ഊഹിച്ചെടുത്തു എന്നും പറയാൻ കേട്ടോ. അങ്ങനെ സമ്മതിച്ചു കൊടുക്കരുത് മോനെ, നമ്മുടെ പക്കലുള്ള നല്ലൊരു നസ്രാണി ചെക്കനെ കൊണ്ട് വേണം അവളെ കെട്ടിക്കാൻ, ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിച്ചു കൊടുക്കരുത്. നീ അവളുടെ അപ്പൻ, അങ്ങനെ നോക്കുമ്പോൾ അവകാശം കൂടുതൽ നിനക്കാ, നീ നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരാളെ തന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കാണ്, അച്ഛന് പപ്പ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്കാണ് അവളിൽ കൂടുതൽ അവകാശമെന്ന്. എന്തവകാശം പപ്പ? 23 വർഷക്കാലം അവളെ അനാഥാലയത്തിൽ കൊണ്ടിട്ടതാണോ എൻ്റെ അവകാശം എന്ന് ചോദിക്കാണ്. അപ്പച്ചനപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പറ അപ്പച്ച, അതാണോ എൻ്റെ അവകാശം? അലീന അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുമ്പം അവധക്കുട്ടിക്ക് മിണ്ടാട്ടോ ഇല്ലാട്ടോ. അലീനയ്ക്ക് ആ പയ്യൻ അലീന ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിവാഹം നടത്തിയിരിക്കും, ആരെതിർത്താലും എന്ന് പറയുമ്പം മോനെ സ്റ്റാൻലി, വേണ്ടപ്പച്ച ഇനിയാവൊന്നും പറയണ്ട, പണ്ട് എന്നെയും വേജയും നിങ്ങൾ പിരിക്കാനുണ്ടായ കാരണം ഈ മതവും ജാതിയൊക്കെയാ. അവള് ഹിന്ദു, ഞാൻ ക്രിസ്ത്യനും ആയതുകൊണ്ടല്ലേ. എന്തിനാ ഇപ്പോഴും ഈ കൊലപാതകവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ദുരഭിമാനക്കൊലയല്ലായിരുന്നോ അന്ന് പ്ലാൻ ചെയ്തത്? അത് മിസ്സായി പോയതല്ലേ. ഇപ്പോഴും ആർക്കും ഒരു മാറ്റം ഇല്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കാണ്. അലീനയ്ക്ക് മനസ്സുകൊണ്ട് ആരാണ് ഇഷ്ടം? ഈ ലോകത്തവൻ എവിടെയുണ്ടെങ്കിലും അവനെ കൊണ്ടേ ഞാൻ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം. എനിക്കും വൈജിക്ക് സംഭവിച്ച പോലെ ഒരിക്കലും അലീനയ്ക്ക് സംഭവിക്കാൻ പാടില്ല. 23 വർഷം ആ പാവം ആ ഓർഫനേജിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചു, ഇനി അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ആഗ്രഹം എന്താണോ ഇഷ്ടം എന്താണോ അതെല്ലാം ഈ സ്റ്റാൻലി നടത്തി കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവധക്കുട്ടിക്കപ്പം മിണ്ടാട്ടം മുട്ടി നിൽക്കാണ്. ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ജാതി മതം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവധക്കുട്ടി. പണ്ട് അങ്ങനെ ഒരു വലിയ അപരാധം ചെയ്തുകൊണ്ടാണ്
ഈ കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് പോലും അവതക്കുട്ടി ചിന്തിക്കുന്നില്ല. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും സ്റ്റാൻലി ഇത്തവണ നല്ല കുറുക്കി വിടുന്ന പോലെ നല്ല നല്ല വർത്താനം പറഞ്ഞ് അവതക്കുട്ടീനെ ഒന്ന് അടക്കി നിർത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീനയുടെ കാര്യത്തിന് നമ്മുടെ സ്റ്റാൻലി പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. അലീനയും മനുവിനെ ഒന്നിക്കാൻ സ്റ്റാലിനെ ഒരു കാരണമാവുന്നതാണ് തോന്നുന്നത്. ഇതുപോലുള്ള സ്റ്റോറീസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.